എൻ്റെ സുജനപാല, എത്ര നേരമായിട്ട് ഞാൻ ഈ ഇരിപ്പിരിക്കുക. ഒന്ന് ചായ കുടിക്കാൻ പോലും താഴോട്ട് ഇറങ്ങാൻ പറ്റാതെ. സോറി ബാലേട്ട, ബ്ലോക്കിൽ പെട്ടു. സ്റ്റാച്യു ജംഗ്ഷനിൽ ആകെ ജലപീരങ്കിയും ടിയർ ഗ്യാസും ഒരു വിധത്തിൽ ഊരി പോന്നു. അത് പുതുമയുള്ള കാര്യമൊന്നുമല്ലല്ലോ. അടെ എന്താ നീ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? പറയാം, ഞാൻ ABCD കമ്പനിയിൽ ജോലി രാജിവെക്കാൻ പോകാന്നല്ല പ്രഖ്യാപിച്ചു. ആഹാ, ഇനിയിപ്പോൾ പനീർ സെൽവം ചെയ്ത പോലെ രാജി പിൻവലിക്കാൻ പോവുകയാണോ നീ? ഇല്ല, അതൊന്നുമില്ല. ഞാൻ എൻ്റെ HOD കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞു. അങ്ങേര് എൻ്റെ മൊബൈൽ തിരിച്ചു വാങ്ങി പൊക്കോളെന്ന് പറഞ്ഞു. അടുത്ത മാസം ശമ്പളം അക്കൗണ്ടിൽ ഇടാന്ന് പറഞ്ഞു. ഇല്ലേ ബാലേട്ട, അത് പറഞ്ഞത് ശരിയാണോ? ശരിയല്ല എന്ന് മാത്രമല്ല, പോക്രിത്തരം കൂടെയാണ്. അടെ, നീ രാജിവെക്കാൻ പോവുകയാണെന്ന് ലെറ്റർ വല്ലതും എഴുതി കൊടുത്തായിരുന്നോ? ഇല്ല, ആദ്യം അങ്ങേരോട് ഇങ്ങനെയല്ലേ പറഞ്ഞത്, പിന്നെ പുള്ളിക്കാരൻ ഇങ്ങനെയല്ലേ പ്രവർത്തിച്ചത്. അല്ല, അതിന് നീ അങ്ങേരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. ഇപ്പം എൻ്റെ കമ്പനിയിൽ ഒരു ഹിന്ദിക്കാരി പെണ്ണ് വന്നിട്ടുണ്ട്. ഒരു സ്ലീവ്ലെസ് ബ്ലൗസ് ഇട്ട്, ഒരു പായൽ ശർമ്മ. ആ പെണ്ണിനും നമ്മുടെ HOD തമ്മിൽ എന്തോ ഒരു ലിങ്ക് ഉണ്ടെന്നൊരു സംശയം. അപ്പോൾ നിന്റെ ജീവിതം പായൽ പിടിച്ചു പോവാതിരിക്കാൻ നീ രാജി പ്രഖ്യാപിച്ചു അല്ലേ? അങ്ങനെയും പറയാം. അത് പോട്ടെ, ഒരു കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യേണ്ട നടപടിക്രമങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ശ്രദ്ധിച്ചു കേട്ടോ. പൊതുവെ എല്ലാ കമ്പനികളിലും റിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് 30 ദിവസത്തെ നോട്ടീസ് പീരീഡിലായിരിക്കും. എൻ്റെ ഓഫർ ലെറ്ററിൽ അങ്ങനെ തന്നെ അടിച്ചിരിക്കുന്നത്. ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കാരണവശാൽ പിരിഞ്ഞു പോകുന്നയാൾക്ക് 1 മാസത്തെ ജോലി ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ 1 മാസത്തെ പേയ്മെൻറ്റ്, 1 മാസത്തെ ശമ്പളം കമ്പനിക്ക് തിരിച്ചു നൽകേണ്ടി വരും. ഏയ്, കാശൊന്നും ഞാൻ കൊടുക്കുന്നില്ല. 30 ദിവസം ഞാൻ വർക്ക് ചെയ്യാം. പറയട്ടെ, ഓരോരുത്തർ റിസൈൻ ചെയ്യുന്നതിന് പല പല കാരണങ്ങൾ കാണും. ചിലപ്പോൾ ഉയർന്ന ശമ്പളമുള്ള വേറെ ജോലി ഓഫർ വന്നിട്ടാകാം, അല്ലെങ്കിൽ കുട്ടികളുടെ സ്കൂൾ മാറ്റം, കുടുംബം, വീട് മാറ്റം, അങ്ങനെ പലതും ആകാം കാരണം. നീ ഇവിടെ 30 ദിവസം വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ വേണ്ടെന്ന് പറയാൻ കമ്പനിക്ക് അധികാരമില്ല. കാരണം ഓഫർ ലെറ്ററിൽ കമ്പനി അത് സമ്മതിച്ചിട്ടുള്ളതാണ്. ഇനി നിന്റെ സേവനം വേണ്ട എന്ന് കമ്പനി തീരുമാനിക്കുകയാണെങ്കിൽ നിനക്ക് 30 ദിവസത്തെ ശമ്പളം തരാൻ കമ്പനി ബാധ്യസ്ഥരാണ്. അത് കൊള്ളാലോ. നീ മാർക്കറ്റിംഗ് ഫീൽഡ് എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ വല്ല കമ്മീഷൻ വല്ലതും ബാലൻസ് ഉണ്ടോ? ഉണ്ട്. ഏകദേശം 1 മാസം ശമ്പളത്തോളം ഉണ്ടാവും. നീ രാജിവെക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ റിലീവിംഗ് ഓർഡറിനെ കുറിച്ച് വല്ലതും HOD പറഞ്ഞോ? അതെ, 30 ദിവസം കഴിഞ്ഞ് വാങ്ങാൻ പറഞ്ഞു. എന്ത്? അപ്പൊ എന്റെ സംശയം ശരിയായി. അയ്യോ, കുഴപ്പമായോ? കുഴപ്പമായേനെ. രാജിപ്രഖ്യാപനം നടത്തിയപ്പോൾ തന്നെ പൊയ്ക്കോളാൻ പറഞ്ഞ് റിലീവിംഗ് ഓർഡർ 30 ദിവസം കഴിഞ്ഞ് വാങ്ങിക്കോളാൻ പറഞ്ഞാൽ അതിനർത്ഥം നിനക്ക് കിട്ടാനുള്ള ശമ്പളവും കമ്മീഷനും ഒക്കെ കൂടി കമ്പനി തന്നെ വിഴുങ്ങുന്നു എന്നല്ലേ? കാശ് പോവോ ബാലട്ടാ? പോയേനെ, പേടിക്കണ്ട. ഞാൻ പറയും പോലെ നീ ചെയ്. ആദ്യം നീ HODക്ക് മെയിൽ ചെയ്യ് നിന്റെ രാജിക്കത്ത്. അപ്പോൾ അങ്ങേര് ആ മെയിൽ സ്വീകരിച്ചു എന്ന് പറഞ്ഞ് HR ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയക്കും. വീണ്ടും നീ നോട്ടീസ് പീരീഡിൽ പ്രവേശിക്കുന്നതിൻ്റെയും കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്ത് തരുന്നതിൻ്റെയും കാര്യം പറഞ്ഞ് ഒരു മെയിൽ കൂടി അയക്കുക. റിട്ടേൺ ആയിട്ടൊരു സംഗതി വരുമ്പോൾ HODക്ക് അത് അവഗണിക്കാൻ കഴിയില്ല. അങ്ങനെ അത് അക്കൗണ്ട്സിലേക്ക് ഫോർവേഡ് ചെയ്യും. ഓഹോ, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ? ഉണ്ട്. അങ്ങനെ വരുമ്പം നിങ്ങളുടെ കാശ് നഷ്ടപ്പെടുത്താതെ രക്ഷപ്പെടുത്തിയെടുക്കാം. പിന്നെ തിരിച്ച് ഹാൻഡ് ഓവർ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി അതാത് ആളുകളെ തന്നെ ഏൽപ്പിക്കണം. നിങ്ങളുടെ ഫയൽസ്, കമ്പ്യൂട്ടർ, പിന്നെ അത് ആ കൽക്കട്ടക്കാരിക്കായിരിക്കും, ഞാൻ കൊടുക്കില്ല. അങ്ങനെ പറ്റില്ല. കമ്പനി നിർദ്ദേശിക്കുന്ന ആൾക്ക് ഈ തരം വിവരങ്ങൾ കൈമാറിയേ പറ്റൂ. യഥാർത്ഥത്തിൽ ഈ നോട്ടീസ് പീരീഡ് കൊടുത്തിരിക്കുന്നത് തന്നെ ഇത്തരം ഫോർമാലിറ്റീസുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നാശം. പിന്നെ എനിക്ക് പോവാം. ആയിട്ടില്ല. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഒരു NOC വാങ്ങിക്കൊടുക്കേണ്ടി വരും. നീയുമായിട്ട് യാതൊരു ബാധ്യതയും ഇല്ലാന്ന് തെളിയിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ എല്ലാ HODകളിൽ നിന്നും വാങ്ങിക്കൊടുക്കണം. തീർന്നു അതോടെ? തീരില്ല. ഇനി HR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു എക്സിറ്റ് ഇൻ്റർവ്യൂ കാണും. മിക്കവാറും അത് HR മാനേജരുമായിട്ടായിരിക്കും. അതും കൂടി കഴിഞ്ഞാൽ റെസിഗ്നേഷൻ ഫോർമാലിറ്റീസ് തീർന്നു എന്ന് പറയാം. ദൈവമേ, ജോലി കയറണക്കാട്ടം പാടാണല്ലോ ജോലിയിൽ നിന്ന് ഊരിപ്പോരാൻ. പിന്നെ എല്ലാത്തിനും അതിൻ്റെതായ ചിട്ടയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ബാലേട്ടൻ കാരണം ഒരു 1.5 ലക്ഷം പോവാതെ രക്ഷപ്പെട്ടു. ഞാനപ്പോൾ ഗോവയ്ക്ക് പോയി ഒന്ന് അടിച്ചു പൊളിച്ചാലോ? അതേടാ, ഗോവ വരെ ആക്കണ്ട. അതിനുശേഷം നേരെ നീ കാശിക്ക് വിട്ടോ. ആദ്യം ബീഹാറിൽ നിന്നും ഒറീസയിൽ നിന്നും കൂലിപ്പണിക്ക് ആളുകൾ വന്നപ്പോൾ നീയൊക്കെ പുച്ഛിച്ച് തള്ളും. ഇപ്പം എന്തായി? നിൻ്റെയൊക്കെ ഓഫീസുകളിലും IT പാർക്കുകളിലും കഷം കാണിച്ച് കൽക്കത്തക്കാരികൾ വന്നപ്പോൾ നീ ജോലിയും രാജിവെച്ച് ഗോവയിൽ പോയി അർമാദിക്കാൻ നടക്കുന്നു. നീയൊന്നും തിരിച്ചിങ്ങോട്ട് വരണ്ടടാ, കാശിക്ക് പോടാ. അതൊക്കെയാണ് നിന്റെ ഗതി.